ജീസസ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം ഈ സന്ധ്യാസമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കപ്പെട്ട ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നലെയും ഇന്നും നാളെയുമായി ഇവിടെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞങ്ങളുടെ ഏറ്റവും പ്രിയ സ്നേഹിതനും ലോകപ്രശസ്തനുമായിരിക്കുന്ന പ്രിയ സജു ചാത്തന്നൂർ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നന്നായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് നന്നായി നല്ല വെളിച്ചവും നല്ല സൗണ്ടൊക്കെ ക്രമീകരിക്കുന്ന പ്രിയ കുമാർ സൗണ്ട്സിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീഡിയോ ക്യാമറ ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, തൻ്റെ കുടുംബം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിച്ചു. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഗാന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അത് സാധ്യമാകുക എന്ന് മാത്രമല്ല, അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ. കാരണം നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അഴിഞ്ഞു പോകുന്ന വെള്ളിയോ പൊന്നോ എന്ന വസ്തു കൊണ്ടല്ല, കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹം, ഈ ലോകം പാപപങ്കിലമായിരുന്നു, ഈ ലോകം അകൃത്യം കൊണ്ട് നിറഞ്ഞിരുന്നു, ഈ ലോകം മാനവകുലം മുഴുവനും പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ കിടന്നവരായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ ഏകപുത്രനെ അയച്ച് ആ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജാതനായി അവൻ്റെ ജനനത്തിൽ തന്നെ ദൂതന്മാർ ഇങ്ങനെ കൽപ്പിച്ചു, ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനിരിക്കുന്നത് കൊണ്ട് അവന് ഇമ്മാനുവേൽ, നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന്. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതമായത് എങ്ങനെയെന്നുള്ള വിധത്തിൽ ഓർമ്മിപ്പിക്കുന്ന, എന്തിനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായതെന്ന ആ അർത്ഥത്തെ കുറിക്കുന്ന മനോഹരമേറിയ ഗാനം നമുക്ക് ശ്രവിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താൻ വാഴുകയാ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോകജീവിതം. ദൈവത്തിൻ പുത്രനായി യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ദൈവത്തിൻ പുത്രനായി യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ
ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനായി യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനായി യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. Because he lives
worries go. Because I know, yes I know, He holds my future. And life is worth living just because He lives. And life is worth living just because He lives. And life is worth living just because He lives. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വലിയവൻ. അവൻ നമ്മുടെ രാജാവായ ദൈവം, അവൻ നമ്മുടെ ദൈവാദി ദൈവമായ ദൈവം. ആമേൻ. ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. 2023 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി മുറിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ കർത്താവായ യേശു, എന്നാൽ ആ കർത്താവായ മശിഹായെ ലോകം അംഗീകരിച്ചില്ല. കാരണം മശിഹ ജനിക്കുന്നത് വലിയ കൊട്ടാരത്തിലാണെന്ന് ചിന്തിച്ചിരുന്നവർക്ക് അത് ലഭ്യമാകാതെ പോയപ്പോൾ പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ കിടന്ന, പുറംപറമ്പിൽ കിടന്ന നമുക്ക് രക്ഷയുടെ മാർഗം ദൈവം അനുവദിച്ചു തന്നു. ആ സ്നേഹമാണ് നാം ഇന്നും അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവമായിരിക്കവേ തന്നെ യേശു പാലസ്തീനിലും ഗലീലയിലും ഖാനാവിലും അതുപോലെയുള്ള ബെത്ലഹേമിലും എല്ലായിടത്തും യേശു അത്ഭുതങ്ങളെ ചെയ്തു. യേശു ചെയ്ത അത്ഭുതങ്ങളെ പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ ബുദ്ധി കൊണ്ട് അളന്നു. യേശുവിൻ്റെ രക്ഷയെ പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ അതിനെ ചിന്ത കൊണ്ട് അളന്നു. എന്നാൽ യേശു കാൽവരി ക്രൂശിൽ യാഗമായതിൻ്റെ ഒറ്റ കാരണം പാപത്തിൽ പെട്ടുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനാണ്. ആ യേശു ഭൂമിയിൽ വന്നു. 33.5 തിരുവയസ്സു വരെ അവൻ ജീവിച്ചു. മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയുടെ കുലത്തളത്തിൽ നമുക്ക് വേണ്ടി അവൻ മരിച്ചു. അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ആ യേശു നിന്നുകൊണ്ട് കാൽവറിയിലായിരിക്കുമ്പോൾ ക്രൂശീകരണ വേളയിൽ അവൻ നിന്ദിക്കപ്പെടാനിടയായി, അവൻ തകർക്കപ്പെടാനിടയായി. എന്നാൽ ആ നിന്ദയെ, ആ തകർച്ചയെ അനുഗ്രഹമാക്കിയ നല്ല ദൈവം, നല്ല പിതാവ് നമുക്ക് വേണ്ടി ഇന്നും ആമേൻ ജീവിക്കുന്നത് കൊണ്ട് അവനോടൊപ്പം ഹല്ലേലൂയ പാടി കർത്താവിനെ സ്തുതിക്കാം. നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു എന്ന ആ മനോഹരമേറിയ ഗാനം നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് പാടാം, ഒരുമിച്ച് കേൾക്കാം, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, എന്നാലും ഞാൻ പതറുകില്ല. നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, എന്നാലും ഞാൻ പതറുകില്ല. അങ്ങയുടെ ചിറകിൻ മറവിൽ എല്ലാ നാളും വസിച്ചിടുമേ. അങ്ങയുടെ ചിറകിൻ മറവിൽ എല്ലാ നാളും വസിച്ചിടുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
Hallelujah, hallelujah. കാറ്റടിച്ചു പടകുലഞ്ഞു സഹായമില്ലാതെ ഞാനലഞ്ഞു. കാറ്റടിച്ചു പടകുലഞ്ഞു സഹായമില്ലാതെ ഞാനലഞ്ഞു. കാറ്റും കടലും നിയന്ത്രിക്കുന്നു, മയങ്ങുകില്ല ഉറങ്ങുകില്ല. കാറ്റും കടലും നിയന്ത്രിക്കുന്നു, മയങ്ങുകില്ല ഉറങ്ങുകില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുൾമുനയുള്ള വാക്കുകളാ എൻ ഹൃദയം മുറിഞ്ഞിടുന്നു. മുൾമുനയുള്ള വാക്കുകളാ എൻ ഹൃദയം മുറിഞ്ഞിടുന്നു. മാധുര്യസ്വരം ഉള്ളവേ മയങ്ങുകില്ല ഉറങ്ങുകില്ല. മാധുര്യസ്വരം ഉള്ളവേ മയങ്ങുകില്ല ഉറങ്ങുകില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടു പുറന്തള്ളപ്പെട്ടു എന്നാലും ഞാൻ പതറുകില്ല. നിന്ദിക്കപ്പെട്ടു പുറന്തള്ളപ്പെട്ടു എന്നാലും ഞാൻ പതറുകില്ല. അങ്ങയുടെ ചിറകിൻ മറവിൽ എല്ലാ നാളും വസിച്ചിടുമേ. അങ്ങയുടെ ചിറകിൻ മറവിൽ എല്ലാ നാളും വസിച്ചിടുമേ. എന്താണോ എന്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരമുയർത്തുക, കർത്താവിനെ സ്തുതിക്കുക എന്നൊക്കെ ബ്രദർ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പ്രിയരെ, ഒരു വേദി കിട്ടിയത് കൊണ്ടോ
ഒരു മൈക്ക് ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങളോട് ഇങ്ങനെ കരമുയർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, സംഗീതത്തോടും സന്തോഷത്തോടും യഹോവയെ സ്തുതിക്കുവാനാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിളിൻ്റെ പ്രത്യേകത തന്നെ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ ആമേൻ നമ്മുടെ ഹൃദയംഗമായി എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ പറ്റും സന്തോഷത്തോടെ? ഹല്ലേലൂയ. കാരണം ദൈവം നമുക്ക് നന്മ ചെയ്തില്ലായിരുന്നു എങ്കിൽ നമുക്ക് ജീവനോടെ ഇരുന്ന് ദേശത്ത് ദൈവം ചെയ്യുന്ന നന്മകൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ദൈവം, അവൻ രക്ഷകനായ ദൈവം, നമ്മുടെ ദൈവം അവൻ വഴി നടത്തുന്ന ദൈവം, നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതയിൽ നമ്മെ കൈ പിടിച്ച് ഒരപ്പനെ പോലെ ഒരമ്മയെ പോലെ അതിനേക്കാൾ ആമേൻ നമ്മെ സ്നേഹത്തോടെ നടത്തുന്ന ദൈവം, അനാഥന്മാരുടെ ദൈവം, വിധവമാരുടെ ദൈവം, പരദേശിയുടെ ദൈവം. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഈ ഭൂമിയിൽ അറിയപ്പെടുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത ഒറ്റ വാക്കുകൊണ്ട് പറയാം, ഞാൻ അനാഥന്മാരുടെ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിയിൽ ഒരു ദൈവവുമില്ല. അത് യേശു മാത്രമേ ഉള്ളൂ ഞാൻ അനാഥന്മാരുടെ ദൈവം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോ അനാഥനെയും പരദേശിയെയും വിധവയെയും നന്നായി പോറ്റിപ്പുലർത്തുന്ന ആ ദൈവത്തെ പ്രതികീർത്തിക്കുന്ന, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാനെന്ന ആ മനോഹരമേറിയ ഗാനം നമ്മൾ ഒരുമിച്ച് പാടും, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും. പാട്ടുകാരിവിടെ പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടും. ദൈവം ചെയ്ത നന്മകൾക്ക്
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കായല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. 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 ഒരു നല്ല ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി. കഴിഞ്ഞ ദിവസം അതിമനോഹരമായ വചനങ്ങൾ കേൾക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. കൂടാതെ ദൈവത്തോടുള്ള പ്രത്യാശ, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാനിടയായി. എത്ര പേർക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു? ഒന്ന് നന്നായി ഒന്ന് സ്തുതിച്ചാട്ടെ പ്രിയരെ. ഹല്ലേലൂയ. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി അടുത്ത് കുമാരപുരം എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ വീടിനടുത്താണ് RCC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ രാവിലെ കാണുന്ന കാഴ്ചകൾ ഒത്തിരി വേദനാജനകമായ കാഴ്ചകളാണ്. കാരണം ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ ഒത്തിരി പ്രായമുള്ളവർ വരെ കീമോ ചെയ്തിട്ട് അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ മുഖം, ചിലരുടെ മുഖം സന്തോഷമായിരിക്കും, ചിലരുടെ മുഖം വളരെ ദുഃഖമായിരിക്കും. ഞാൻ ദുഃഖത്തിനുള്ള കാരണം ഞാൻ പറയാം. അവരുടെ മനസ്സിലുള്ള വിങ്ങലാണ്. എന്താണെന്നറിയാമോ? അടുത്ത സെക്കൻഡിലാണോ അവരുടെ മരണം എന്ന് ചിന്തിച്ച്. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, അത് അടുത്ത മണിക്കൂറിലാണോ എൻ്റെ മരണം എന്ന് ചിന്തിച്ചായിരിക്കാം. ഒരുപക്ഷെ അടുത്ത മാസത്തിലാണോ എന്ന് ചിന്തിച്ചായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിലും ആരോഗ്യത്തോടെ അഭിഷേകത്തോടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നെങ്കിൽ അതല്ല ദൈവത്തെ ഒന്ന് സ്തുതിക്കണം പ്രിയരെ. ഹല്ലേലൂയ. പൗലോസ് കാരാഗൃഹത്തിൽ കറഞ്ഞപ്പോൾ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. എന്താണെന്നറിയാമോ? നിങ്ങളെപ്പോഴും കർത്താവ്, ആരും മനുഷ്യരെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടതിന് ശേഷം പറയാം. എല്ലാവരും നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 1, 2, 3 മണിക്കൂറാണ് നമ്മൾ ഈ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നിങ്ങൾ അലക്ഷ്യമായിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോട് കർത്താവ് ഇടപെടുന്ന സമയമായിരിക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കാമോ? നിങ്ങളുടെ ശ്രദ്ധകൾ ഞങ്ങൾ ചോദിക്കുന്നു. പൗലോസ് പറഞ്ഞു, കാരാഗൃഹത്തിലായിരുന്നപ്പോൾ പൗലോസ് പറഞ്ഞു, എപ്പോഴും നിങ്ങൾ കർത്താവിൽ, ഒന്ന് പറഞ്ഞേ പ്രിയരെ. നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നാൽ നമ്മുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷേ ദൈവസന്നിധി നമുക്ക് സൗണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൽ ഒത്തിരി പേരുടെ വാകൾ അടഞ്ഞിരിക്കുമ്പോൾ, ഒന്ന് തുറന്ന് അമ്മ അപ്പ എന്നൊന്ന് വിളിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്ന ദൈവിക സ്നേഹത്തെ ഓർക്കണം. ആമേൻ. ഒന്നുകൂടി പറയാം. കാരാഗൃഹത്തിൽ പൗലോസ് കിടന്നപ്പോൾ ദൈവജനത്തോട് പൗലോസ് വിളിച്ചു പറഞ്ഞു, എപ്പോഴും നിങ്ങൾ കർത്താവിൽ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, എപ്പോഴും നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. എന്നാൽ അത് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് കാരാഗൃഹത്തിനകത്ത് ഒടിഞ്ഞു മടങ്ങിയ കിടക്കുന്നത്, ഒന്ന് നൂന്ന് പോലും കിടക്കാൻ കഴിയത്തില്ല. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ പൗലോസ് കിടക്കുന്നതിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴി കുത്തിയിട്ടുണ്ട്, ഒരു ചെറിയൊരു കുഴി. അവിടെ എന്താണെന്നറിയാമോ? പൗലോസ് 1ഉം 2ഉമൊക്കെ സാധിക്കുന്നത് ആ കുഴിക്കകത്താണ്. ഈ സ്മെല്ലും അടിച്ചുകൊണ്ട് കിടക്കുന്ന പൗലോസ് പറയുന്നു, നിങ്ങളെപ്പോഴും, പ്രൈസ് ദി ലോർഡ്, അതിമനോഹരമായ വീട് തന്നു, നല്ല സാമ്പത്തികം തന്നു, നല്ല വിദ്യാഭ്യാസം തന്നു, എന്നിട്ടും നമുക്ക് സ്തോത്രം പറയാൻ വലിയ പാടാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തുതിക്കുമ്പോൾ നന്നായി സ്തുതിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ ആരും സ്തുതിച്ചില്ലെങ്കിലും കർത്താവിനെ നമ്മൾ സ്തുതിക്കും. കാരണം ഒന്നിനും കൊള്ളാതിരുന്ന സ്ഥാനത്ത് നിന്നാണ് എന്നെ കൊണ്ടുവന്നത് കർത്താവ്. ആമേൻ.
വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇവനൊരു ശാപം അല്ലെങ്കിൽ ഇവനൊരു പരാജയമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, നീ പരാജയമല്ല, നീ എനിക്ക് വേണ്ടി ഒരു വിജയാളിയായി മാറണം. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്നലെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കർത്താവിനെ നൃത്തം ചെയ്ത് ആരാധിച്ച വ്യക്തിയാ ദാവീദ് രാജാവ്. ആമേൻ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നു, ദൈവം തന്നു എല്ലാം, ആ ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. എങ്ങനെ ആരാധിക്കണമെന്നറിയാമോ? താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ എല്ലാവരും നമുക്ക് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് പാടാം. എല്ലാവരും കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടാമോ? ചേർന്ന് എല്ലാവരും. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ചേർന്ന് പറയാമോ? ദൈവം തന്നു എല്ലാം, ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ചേർന്ന് പറയാമോ? താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടി പാടി നമ്മൾ ദൈവത്തെ ഒരിക്കൽ കൂടെ താളമേളത്തോടെ, താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിപ്പാം. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൽ ഘോഷത്തോടെ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ ചേർന്ന് പറയാമോ? പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ താളമേളത്തോടെ, താളമേളത്തോടെ, ചേർന്ന് വാദ്യഘോഷത്തോടെ, ആടി പാടി നമ്മൾ ദൈവത്തെ താളമേളത്തോടെ, താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും, സത്യത്തിലും
സ്തോത്രത്തോടും സ്തുതികളോടും സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധി. ചേർന്ന് പറയാമോ? താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധി. സന്തോഷത്തോടെ ചേർന്ന് പറയാമോ? താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധി. അഭിഷേകത്തിന് ശക്തിയോടെ, അഭിഷേകത്തിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ, രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധി. ചേർന്ന് പറയാമോ? താളമേളത്തോടെ, താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധി. ചേർന്ന് പറയാമോ? ദൈവം തന്നു എല്ലാം, ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധി. സന്തോഷത്തോടെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാടി പാടി നമ്മൾ ദൈവത്തെ ആരാധി. താളമേളത്തോടെ, താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. Praise the Lord. സന്തോഷത്തോടെ ഒന്ന് സ്തുതിച്ചാട്ടെ പ്രിയരെ. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ വായികൾ തുറന്ന് നന്നായിട്ട് ഹല്ലേലൂയ. ഒരു മനോഹരമായ ഗാനം വീണ്ടും നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ഈ ഭൂമിയിലെ ഭാഗ്യം മാത്രമല്ല, നമുക്ക് ഉയരത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ കർത്താവിനോടൊപ്പമായിരിക്കുമ്പോഴും അവൻ്റെ മുഖം കണ്ട് ആരാധിപ്പാനാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യശാലികളാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ഭാഗ്യശാലികളായിരിക്കുന്ന നമ്മുടെ കരമുയർത്തി സന്തോഷത്തോടെ ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളും നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, നല്ല കുടുംബം തന്നതിനായി, നല്ല തലമുറകളെ തന്നതിനായി, കർത്താവെ നല്ല ജീവിതം തന്നതിനായി ഒക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. എന്നാൽ എന്താ നന്ദി പറയുന്നതിൻ്റെ കാരണം? നമ്മുടെ ഹൃദയത്തിലൊരു നിക്ഷേപം ഇരിപ്പുണ്ട്. നമ്മുടെ നിക്ഷേപമാരാ? നമ്മുടെ യേശു ക്രിസ്തുവാണ് നമ്മുടെ നിക്ഷേപം. ഈ ശരീരം പുഴുവരിക്കാം, ഈ ഭൂമി പൊടുപൊട്ടാം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിവിടെ കേൾക്കപ്പെടുന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നിക്ഷേപം നമ്മുടെ സ്വർഗത്തിലാണ്, നമ്മുടെ യേശു കർത്താവിലാണ് നമ്മുടെ നിക്ഷേപം. ആ നല്ല മനോഹരമേറിയ ഗാനം നമുക്ക് ശ്രവിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പാടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും
ആമേൻ. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണോ? തുരുമ്പും പുഴുവും കള്ളന്മാരും തുരന്നു മോഷ്ടിക്കാത്ത ഒരിടമുണ്ടെങ്കിൽ അത് സ്വർഗം മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ എത്ര നിക്ഷേപിച്ചാലും കുഴപ്പമില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് പ്രതിഫലമായി, ആമേൻ, കിരീടങ്ങളായി ദൈവം നമുക്ക് പ്രതിഫലം തരും. അവൻ ഈ ഭൂമിയിൽ നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം അത് ക്രിസ്തുവിനോടൊപ്പമായാൽ അത് വലിയ ലാഭമായിരിക്കും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ അത് വലിയ ഛേദം അല്ലെങ്കിൽ വലിയ പ്രതികൂലമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പാടുന്നതും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഒരു ജീവിതമുണ്ട്, അത് ക്രിസ്തുവിലായിരിക്കണം. ഒരു ജീവിതമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ ആത്മാവിലായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പാടുന്നതും ദൈവത്തെ ഉയർത്തുന്നതും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പ്രാർത്ഥനയോടൊരു ഗാനം ശ്രമിക്കാം. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. ആ ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ജീവിതം മാത്രം, അത് വേഗം തീർന്നു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം അത് നൊന്നും തീർന്നു പോകും. കണ്ടിടും നാം പിന്നിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം തീർന്നു പോകും. കണ്ടിടും നാം പിന്നിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. തന്ന സുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാ. കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്ന ലാഭം നാരടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്ന മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്ന ലാഭമാരടി മാത്രമെന്ന പ്രാണൻ ക്രിസ്തുവിലെന്ന മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ദേഹം അസ്ഥിരമാകും, മനസ്സത് വ്യാകുലമാകും.
കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയിൽ അന്നാ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയിൽ അന്നാ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടരും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ട്? ചേർന്ന് പാടാമോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.